ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻസാണ്. ജൂലൈ 2019 നടന്ന സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അത് സോൾവ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: The metal present in the compound used as anti-copper drug to treat Wilson disease is option A molybdenum, option B ruthenium, option C bismuth, option D gold. വിൽസൺ ഡിസീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റി കോപ്പർ ഡ്രഗ് അതിലടങ്ങിയിരിക്കുന്ന മെറ്റൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് വിൽസൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ? വിൽസൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു ജനറ്റിക് ഡിസോർഡറാണ്. നമ്മളെ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള കോപ്പർ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ഡിസീസിനെ പറയുന്ന പേരാണ് വിൽസൺ ഡിസീസ്. അപ്പോൾ നമ്മൾ എന്താണ് അതിന് ഉപയോഗിക്കുക? ഒരു ആൻറ്റി കോപ്പർ ഡ്രഗാണ് ഉപയോഗിക്കുക. അതിൽ ഈ ആൻറ്റി കോപ്പർ ഡ്രഗിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് മോളിബ്ഡിനം ആയിരിക്കും. എന്താണ്? മോളിബ്ഡിനം. ഇവിടെ ആൻസർ അപ്പോൾ ഏതാണ്? മോളിബ്ഡിനം. ആൻസർ ഓപ്ഷൻ എ molybdenum. Metal present in the compound used as anti-copper drug to treat Wilson disease is molybdenum. Next question: quadruple bonding is present in option A Fe2CO9, option B Re2Cl8 2-, option C Mn2CO10, option D Re2Cl4 PMe2PH4. അപ്പോൾ എന്താണ് ഈ ക്വാഡ്രപ്പിൾ ബോണ്ട്? Quadruple bonds എന്ന് പറഞ്ഞാൽ type of chemical bonds between two atoms involving 8 electrons. Stable quadruple bonds are most common among transition metals in the middle of d block such as rhenium, tungsten, molybdenum and chromium. അപ്പോൾ ഈ ക്വാഡ്രപ്പിൾ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ രണ്ട് മെറ്റലിൻ്റെ ഇടയിൽ 4 ബോണ്ട് വരുമ്പോഴാണ് അതിന് ക്വാഡ്രപ്പിൾ ബോണ്ട്സ് എന്ന് പറയുന്നത്. അതായത് 4 ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഇടയിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാകും. അപ്പോൾ സാധാരണയായിട്ട് ഈ ക്വാഡ്രപ്പിൾ ബോണ്ട്സ് ഉണ്ടാകുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സിലെ സെൻറ്ററിൽ വരുന്ന റീനിയം, ടങ്സ്റ്റൺ, മോളിബ്ഡിനം തുടങ്ങിയ മെറ്റൽസിൻ്റെ ആയിരിക്കും സാധാരണയായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ക്വാഡ്രപ്പിൾ ബോണ്ട്സ് വരുന്നത്. പക്ഷേ റീനിയം, ടങ്സ്റ്റൺ എന്ന് പറഞ്ഞാൽ എല്ലാ കോമ്പൗണ്ട്സിനും ക്വാഡ്രപ്പിൾ ബോണ്ട്സ് വരണമെന്നില്ല. അപ്പോൾ ഈ മെറ്റൽ ബോണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ക്വാഡ്രപ്പിൾ ബോണ്ട്സ് ആണോ, ഡൈ ബോണ്ടാണോ, ട്രിപ്പിൾ ബോണ്ടാണോ, ക്വാഡ്രപ്പിൾ ബോണ്ട്സ് ആണോ വരുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ക്വസ്റ്റ്യൻ വന്നത് ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയിലാണ്. അപ്പം ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയിലെ രണ്ട് മെറ്റലുകൾ തമ്മിലുള്ള മെറ്റൽ ബോണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് Re2Cl8 2- ആണ്. ഇതിൻ്റെ Re ഇടയിലാണ് ക്വാഡ്രപ്പിൾ ബോണ്ട്സ് വരുന്നത്. ഇതാണ് Re2Cl8 2- സ്ട്രക്ചർ വരിക. Re2X8 2-. ഈ എക്സ് എന്ന് പറയുന്നത് ഹാലജനാണ്. അപ്പോൾ ഈ ക്ലോറിന് പകരം ബ്രോമിനോ വേറെ ഏത് ഹാലജൻ വന്നാലും എന്താണ്? ക്വാഡ്രപ്പിൾ ബോണ്ട്സ് ആയിരിക്കും വരിക. അപ്പോൾ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് Re2X8 2-. ഇങ്ങനെ ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക. Re2X8 2-. ഇതിൻ്റെ ഇടയിലാണ് ക്വാഡ്രപ്പിൾ ബോണ്ട്സ് വരുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും മെറ്റൽ ബോണ്ട്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. ഈ Mn2CO10 2 ബോണ്ടാണ് വരിക. അപ്പോൾ നമ്മളെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Re2Cl8 2-. അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് കോംപ്ലക്സ് ഡസ് നോട്ട് ഒബേ ദ 18 ഇലക്ട്രോൺ റൂൾ? ഇതും ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതിലാണ് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യാത്തത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ MnCO3 η5C5H5, ഓപ്ഷൻ ബി Na2 eta5 Cp
Cp twice CO2, CO twice. Option C, eta 5 C5H5 Re eta 6 C5H5. Option D, MnCO 4 times Cl2 2 minus. അപ്പോൾ എന്താണ് ഈ 18 ഇലക്ട്രോൺ റൂൾ, എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക നോക്കാം. ഇതാണ് 18 ഇലക്ട്രോൺ റൂളിൻ്റെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ അല്ലേ, ഓപ്ഷൻ എ വരുന്നത് MnCO ത്രൈസ് eta 5 C5H5. ഇതാണ് ഓപ്ഷൻ എ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കാൻ എന്താണ് ഫസ്റ്റ് വേണ്ടത്? തന്നിരിക്കുന്ന Mn മാംഗനീസ് അല്ലേ, ഇതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ നമ്മൾ എഴുതുക. വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? അതിനു മുമ്പ് ഈ ടേബിൾ നോക്കുക. ഈ ടേബിൾ ഞാൻ എഴുതിയിരിക്കുന്നത് ട്രാൻസിഷൻ എലമെൻസിൻ്റെ ടേബിളാണ് എഴുതിയിരിക്കുന്നത്. 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ്. ഓക്കെ, അപ്പോൾ 3D സീരീസിൽ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ് ഇങ്ങനെ വരുന്നുണ്ട്. 4Dയിൽ എഴുതിയിട്ടുണ്ട്, 5Dയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് താഴോട്ട് നോക്കുക. ഗ്രൂപ്പിൽ സ്കാൻഡിയം, ഇട്രിയം, ലാന്തനം ഇത് വരുന്നത് എന്താണ്? അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 3 ആയിരിക്കും. ഇതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 3 ആയിരിക്കും. അപ്പോൾ ഇത് 3D1, 4D1, 5D1 അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ D1ൽ വരുന്നതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. D2ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് 4 ആയിരിക്കും. D3 വരുന്നതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 5 ആയിരിക്കും. D4ൻ്റെ വരുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 6 ആയിരിക്കും. ഓരോന്നിൻ്റെയും 2 വെച്ചിട്ട് കൂട്ടിയാൽ മതി നമ്മൾ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ Mnൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? Mn D5ൽ വരുന്നതാണ്. Mn D5ൽ വരുന്നതാണെന്ന് അറിയാലോ. അപ്പോൾ ഇത് പഠിക്കണം എന്തായാലും. സ്കാൻഡിയം, ടൈറ്റ് 3D, അറ്റ്ലീസ്റ്റ് 3Dയിൽ വരുന്ന ഇത്രയും എലമെൻസ് എങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ D5 കോൺഫിഗറേഷൻ വരുന്നതിൻ്റെ വാലൻസ് ഇലക്ട്രോണ് എത്രയാണ്? 7 ആണ്. 7 അല്ലേ, മാംഗനീസ് ഇവിടെ വരുന്നു, അതിൻ്റെ 7 വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ 7 എഴുതി. 7 പ്ലസ് ഇനി സിഒയുടെ ഇലക്ട്രോൺ വരുന്നത് 2 ആയിരിക്കും. ഇലക്ട്രോൺ കൗണ്ട് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതുപോലെ അമോണിയ, NH3, NR3 അതൊക്കെ വരുന്നത് 2 ആയിരിക്കും. PH3, PR3 ഒക്കെ വരുന്നതും 2 ആയിരിക്കും. ഹാലജൻസിൻ്റെയും ഹൈഡ്രജൻസിൻ്റെയും പിന്നെ PHR ഒക്കെ വരുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഇത്രയും പഠിക്കാം. CO എന്താണ്? 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ സിഒയുടെ ത്രൈസ് വന്നതുകൊണ്ട് എന്താണ്? ത്രൈസ് ഉള്ളതുകൊണ്ട് 3 ഇൻറ്റു സിഒയുടെ നമ്മൾ പറഞ്ഞു 2 ആയിരിക്കും. 3 ഇൻറ്റു 2 എന്ന് എഴുതി. പിന്നെ പ്ലസ്, ഇവിടെ പ്ലസ് ആണെന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. പ്ലസ് പിന്നെ eta 5 C5H5. അതെന്താണ് eta 5 C5H5 എന്ന് പറയുന്നത്? കോമ്പൗണ്ട്. ഇതാണ് eta 5 C5H5 എന്ന് പറയുന്നത്. C5H5 എന്ന് പറഞ്ഞാൽ സൈക്ലോപെൻറ്റെയിൻ. ചില കേസിൽ CP എന്ന് മാത്രം നമുക്ക് തരും. C5H5ന് പകരം CP എന്ന് പറയും, സൈക്ലോപെൻറ്റെയിൻ. അപ്പോൾ eta 5 എന്ന് പറയുന്നത് ഹാപ്റ്റിസിറ്റിയാണ്. അതിൻ്റെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഈറ്റയുടെ മുകളിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതായിരിക്കും അതിൻ്റെ ഇലക്ട്രോൺ കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ eta 5 ആണ്, അതുകൊണ്ട് 5 എഴുതി. ഓക്കെ, അപ്പോൾ 7 കൂട്ടണം 3 ഇൻറ്റു 2 പ്ലസ് 5 എത്ര കിട്ടും? 18 ഇലക്ട്രോൺ കിട്ടും. നെക്സ്റ്റ് നോക്കാം. Na2 eta 5 CP ഇവിടെ കണ്ട CP എന്ന് എഴുതിയിട്ടുണ്ട. CP എന്ന് പറയുന്നത് എന്താ? സൈക്ലോപെൻറ്റെയിൻ. C5H5 പോലെ തന്നെയാണ് CP എന്ന് എഴുതി. ഇവിടെ CP എന്ന് എഴുതി. CO ടോയ്സ്. അപ്പോൾ Na2ൻ്റെ എത്രയാണ്? Na2ൻ്റെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 10 ആണ്. ഇപ്പോൾ 10 എഴുതി. 10 പ്ലസ് eta 5 CP ടോയ്സ്. ഇവിടെ ടോയ്സ് വന്നു, അതുകൊണ്ട് എന്താണ്? 2 എഴുതി. 2 ഇൻറ്റു eta 5 ആണല്ലോ, 5. അപ്പോൾ 5
പ്ലസ് CO നമ്മൾ പറഞ്ഞു COയുടെ 2 ആണെന്ന് പറഞ്ഞു. 2 ഇവിടെ 2 × 2 എന്ന് വരാൻ കാരണം എന്താ? CO ട്വൈസ് ഉണ്ട്. അപ്പോൾ 2 × 2 എത്ര കിട്ടും? 24 ഇലക്ട്രോൺ. അപ്പോൾ എന്താ 24 ഇലക്ട്രോൺ എന്ന് പറയുന്നത് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യില്ല. അപ്പോൾ ആൻസർ കിട്ടി. എന്താണ്? ഓപ്ഷൻ ബി. ഇപ്പോൾ വേറെ രണ്ടും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളിവിടെ എക്സാം അല്ലാത്തതുകൊണ്ട് ബാക്കി രണ്ടും കൂടി ചെയ്യാം. η5 C5 H5 Re η6 C5 H5. അപ്പോൾ η5 C5 H5ൻ്റെത് ഇവിടെ എന്ത് വരും? 5 വരും. 5 പ്ലസ് ഇനി Re ഇവിടെ Re ആണ്. Reയുടെ ബാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? Reയുടെ ബാലൻസ് ഇലക്ട്രോൺ Re ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ 7 5 + 7 പ്ലസ് ഇനി η6 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 6 എന്ന് എഴുതുക. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ 18 ഇലക്ട്രോൺ. ഓക്കെ, 18 ഇലക്ട്രോൺ ഒബേ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് MnCO4 Cl2 2-. ഇതിൻ്റെ എങ്ങനെയാണ്? Mnൻ്റെ എത്രയാണ്? 7 വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ 7 എഴുതി. CO4 4 × 2 COയുടെ വരുന്നത് 2 ആണ്. പ്ലസ് പിന്നെ ഹാലജിൻ്റെ 1 ആണ്. അത് നമ്മൾ എഴുതി വെക്കണം. COയുടെയും NH3 ഇതൊക്കെ വരുന്നത് എന്താണ്? 2 ആയിരിക്കും വരിക. അതുപോലെ ഹാലജൻസ് വന്നാൽ ഹാലജൻസിൻ്റെ എത്രയായിരിക്കും? 1 ആയിരിക്കും. അത് എഴുതി വയ്ക്കുക. അപ്പോൾ ഹാലജൻസ് ആയതുകൊണ്ട് എന്താണ്? 1 വന്നു. പ്ലസ് ഇവിടെ 2- ബ്രാക്കറ്റിന് പുറത്ത് ചാർജസ് ഉണ്ടെങ്കിൽ അതിനെന്താണ്? +2 എന്ന് എഴുതുക. അപ്പോൾ ഇത് മൂന്നും കൂടി ഇതൊക്കെ കൂട്ടുമ്പോൾ 18 ഇലക്ട്രോൺ കിട്ടും. അപ്പോൾ ഇതും 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് കിട്ടിയത്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ്, ഇൻ ഡിയോക്സി ഹീമോഗ്ലോബിൻ ദ സ്റ്റേറ്റ് ഓഫ് അയൺ ഈസ്. ഡിയോക്സി ഹീമോഗ്ലോബിനിൽ അയണിൻ്റെ സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഡിയോക്സി ഹീമോഗ്ലോബിനിൽ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതുപോലെ ഹൈ സ്പിൻ സ്റ്റേറ്റ് ആയിരിക്കും. പാരാമാഗ്നറ്റിക്കും ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നത് ഏതാ ഓപ്ഷൻസിലുള്ളത്? ഓപ്ഷൻ എ Fe3 ഈസ് ഇൻ ലോ സ്പിൻ സ്റ്റേറ്റ് ആൻഡ് ഡയാമാഗ്നറ്റിക്. അത് തെറ്റാണ്. Fe2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ശരി, 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ലോ സ്പിൻ അല്ല, ഹൈ സ്പിൻ ആണ് വരിക. പാരാമാഗ്നറ്റിക് ആണ് വരിക. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. ഓപ്ഷൻ സി നോക്കുക. Fe2 ഈസ് ഇൻ ഹൈ സ്പിൻ സ്റ്റേറ്റ് ആൻഡ് പാരാമാഗ്നറ്റിക്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഡിയോക്സി ഹീമോഗ്ലോബിനിൽ Fe2 ഈസ് ഇൻ ഹൈ സ്പിൻ സ്റ്റേറ്റ് ആൻഡ് പാരാമാഗ്നറ്റിക്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the electroanalytical technique in which current is monitored while potentially scanned in forward and backward direction is option B. Cyclic voltammetry ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Van't equation for column efficiency of chromatic columns depends on option A eddy diffusion, option B longitudinal diffusion, option C mass transfer, option D all the above. Answer is all the above. Van't equationൽ ഇക്വേഷൻ ഫോർ കോളം എഫിഷ്യൻസി ഓഫ് ക്രോമാറ്റോഗ്രാഫിക് കോളംസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ 3 എണ്ണത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. എഡി ഡിഫ്യൂഷന്, ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫ്യൂഷനെ, മാസ് ട്രാൻസ്ഫറിനെ ഡിപ്പെൻഡ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following species belong to Arachnoborane? Option A B7H7 2-, B6H6 2-, B6H10, C2 B7H13. അപ്പം ഈ ബൊറൈൻ്റെ ക്ലാസിഫിക്കേഷൻ അത് ക്ലോസോബൊറൈൻ, നിഡോബൊറൈൻ, അറഗ്നോബൊറൈൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും ഓരോ പ്രാവശ്യത്തെ സെറ്റ് എക്സാമിനും ഈ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇത് നോക്കുക, ഇത് സിമ്പിളാണ്, ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. വേറെ ഒന്നും അറിയണ്ട, സിമ്പിളായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ
ക്ലോസോപൊറൈൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് പഠിക്കാം. ഓ BnHn +2 ഓർ BnHn -2 അതാണ് ക്ലോസോപൊറൈൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. BnHn +4 ഓർ BnHn -4 ആണ് നിഡോപൊറൈൻ. BnHn +6 ഓർ BnH4 -6 ആണ് അറക്നോപൊറൈൻ.